വന്ന തെറ്റ് മാത്രമായിരുന്നു ഷാരോൺ രാജ് ചെയ്തത്. 4 വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും. ഇതിനിടയിലാണ് നല്ലൊരു കല്യാണാലോചന ഗ്രീഷ്മയ്ക്ക് വരുന്നത്. ഇതോടെ ഗ്രീഷ്മയുടെ ലക്ഷ്യം മാറി. ഏത് വിധേനയും ഷാരോണിനെ ഒഴിവാക്കി പുതിയ ജീവിതം തുടങ്ങാനായിരുന്നു ലക്ഷ്യം. ഇതിനായി മെല്ലെ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർ ആരുമില്ലാത്ത ദിവസം തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഷാരോണിന് താൻ കുടിക്കുന്ന കഷായമാണെന്നും രുചിച്ചു നോക്കാൻ പറ്റുമോ എന്നും വെല്ലുവിളിച്ചു. ചലഞ്ച് ഏറ്റെടുത്ത ഷാരോൺ അറിഞ്ഞിരുന്നില്ല താൻ വിശ്വസിച്ചത് ഗ്രീഷ്മയുടെ മരണക്കെണിയായിരുന്നുവെന്ന്. കഷായം കുടിച്ച ഷാരോൺ മണിക്കൂറുകൾക്കുള്ളിൽ അവശനായി. രക്തം ഛർദ്ദിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടി. ചികിത്സാ കാലയളവിലും സുഖവിവരം അന്വേഷിച്ച് ഗ്രീഷ്മ ബന്ധപ്പെട്ടു. സന്ദേശങ്ങൾ അയച്ചു. തന്നിൽ സംശയം ജനിപ്പിക്കാതിരിക്കാനുള്ള നീക്കമായിരുന്നു. ജീവനോട് മല്ലിടുമ്പോൾ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല. ചികിത്സയിലിരിക്കെ കൃത്യം 11 ദിവസത്തിനു ശേഷം ഒക്ടോബർ 25-ന് ഷാരോൺ കൊല്ലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമെന്ന് ബോധ്യപ്പെട്ടു. പിന്നാലെ അന്വേഷണം ഗ്രീഷ്മയിലേക്ക്. ശാസ്ത്രീയ തെളിവുകളാണ് ഗ്രീഷ്മയെ കുടുക്കിയത്. ആളെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്ന വിഷയങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ ഗൂഗിളിൽ തപ്പിയതിന്റെ രേഖകൾ നിർണായകമായി. അമ്മാവൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന കളനാശിനിയാണ് ഷാരോണിന്റെ ജീവനെടുത്തത്. കഷായത്തിൽ തുരിശു കലർത്തിയാണ് ഷാരോണിന് നൽകിയത്. ഗ്രീഷ്മയിൽ നിന്ന് നിർണായക വിവരങ്ങൾ വേറെയും ലഭിച്ചു. നേരത്തെ ജ്യൂസിൽ വിഷം കലർത്തിയും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 90 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ വനിതാ തടവുകാരിയുടെ പരാതിയിൽ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. 11 മാസമായി ജയിൽവാസം തുടരുന്നതിനിടെ 2023 സെപ്റ്റംബർ 26-ന് ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം നൽകി. കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് വിചാരണ വൈകിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി ഹർജി തള്ളി. 2024 ഒക്ടോബർ 15-ന് വിചാരണ തുടങ്ങി. 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയാണ് കേസിൽ വിധി പറയുന്നത്. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ. പ്രണയപ്പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു.